ജാതകം എന്നാൽ എന്ത്? ഒരു വിലയിരുത്തൽ. പുരാതനകാലത്തു വിവിധ സമയത്ത് ജനിച്ച കുറെ ആളുകളെ സാമ്പിളുകൾ ആയി എടുത്ത് അവരുടെ ജനനസമയം നോക്കി ഭാവിയിൽ അവർക്ക് സംഭവിച്ച പൊതുകാര്യങ്ങൾ വച്ചു ഉണ്ടാക്കിയ നിഗമനങ്ങളാണ് ജാതകം. ഒരേ സമയത്തു ജനിച്ച ഒന്നോ രണ്ടോ ആളുകളെ മാത്രം സാമ്പിളുകൾ ആയി പരിഗണിച്ചു അവർക്ക് ഭാവിയിൽ പൊതുവായി സംഭവിച്ച കാര്യങ്ങൾ ജാതകത്തിലെ പൊതുനിഗമനങ്ങളായി ഉൾപ്പെടുത്തിയിട്ടുണ്ടാകാം. എന്നാൽ ഇതേ സമയത്ത് ജനിച്ച വേറെ 10 പേർക്ക് ഇതേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവില്ല. പുരാതനകാലത്ത് ഒന്നോ രണ്ടോ പേരെയാണ് സാമ്പിൾ ആയി എടുത്ത് ജാതക സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കിയെങ്കിൽ അതിൽ തെറ്റുകൾ വരാം എന്ന യുക്തി ഉണ്ടാക്കണം. അതായത് ഒരേ സമയത്ത് ജനിച്ച 100 പേരെ സാമ്പിളായി എടുത്ത് ഇന്ന് ഒരു പഠനം നടത്തിയാൽ പുരാതനകാലത്തു ഒന്നോ രണ്ടോ പേരെ സാമ്പിൾ ആക്കി നടത്തിയ പഠനം തെറ്റാണെന്നു മനസ്സിലായേക്കും. ഒരേ സമയത്തു ജനിച്ച 100 പേരെ സാമ്പിൾ ആയി എടുത്ത് ഇന്ന് ഒരു പഠനം നടത്തുമ്പോൾ 100-ൽ 60 ആളുകൾക്ക് ജാതകത്തിലെ ചൊവ്വാദോഷ അനുഭവങ്ങളുണ്ടെങ്കിൽ ജാതകത്തിലെ ചൊവ്വാദോഷ നിഗമനങ്ങൾ ശരിയാണെന്ന് വിലയിരുത്താം. എന്നാൽ 100-ൽ 60 ആളുകൾക്ക് ജാതകത്തിലെ ചൊവ്വാദോഷ അനുഭവങ്ങൾ ഇല്ലെങ്കിൽ ജാതകത്തിലെ ചൊവ്വാദോഷ നിഗമനങ്ങൾ തെറ്റാണെന്നും വിലയിരുത്താം. പുരാതനകാലത്ത് 100 പേരെയൊക്കെ സാമ്പിൾ ആയി എടുത്ത് പഠനം നടന്നിരിക്കാൻ സാധ്യതയില്ല എന്നതിനെയും ചൊവ്വാദോഷ പട്ടികയിൽ വരുന്ന ധാരാളം ആളുകൾ ഒരു പ്രശ്നവും ഇല്ലാതെ ഇന്ന് ജീവിക്കുന്നുവെന്ന അനുഭവങ്ങളെയും പരിഗണിച്ചു പുരാതന ജാതകത്തിലെ ചൊവ്വാദോഷ നിഗമനങ്ങളെ ഇന്ന് പരിഗണിക്കണോ പരിഗണിക്കേണ്ടയോ എന്നൊക്കെ ഓരോരുത്തരും സ്വന്തം യുക്തിയിൽ തീരുമാനിക്കുക.